Hi, hello my dear children, how are you? Are you fine? Okay, I hope all are fine. Okay, thank you. Okay, do you remember in previous class? Yes, in previous class we studied after, before, between, greater than, less than, equal ആണല്ലേ? Okay, today we are going to learn a new topic. എന്താണ്? ഓർഡിനൽ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൂ ഈസ് ഫസ്റ്റ്, ആരാണ് ആദ്യം, അല്ലേ? എന്താ പഠിക്കുന്നത്? ഓർഡിനൽ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓർഡിനൽ നമ്പേഴ്സ്? എന്താ ഈ മിസ് പറയണേ? ഓർഡിനൽ നമ്പേഴ്സോ? എന്താ അങ്ങനെ പറഞ്ഞാൽ? എന്താ ഈ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മളെന്താ പറയുക, 1 2 3 എന്ന് പറയുന്നത് നമ്മളെന്താണ്, അത് നമുക്ക് ന്യൂമറൽസ് ആണ്, അല്ലേ? എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്, അല്ലേ? എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾക്ക് പറയുന്ന പേരെന്താ? എണ്ണൽ സംഖ്യകൾ, അല്ലേ? എണ്ണാൻ ഉപയോഗിക്കുന്ന, കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകൾക്ക് പറയുന്ന പേരാണ് ന്യൂമറൽസ്. ഇത് ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ, ഓരോ സ്ഥാനം ഉണ്ടാവില്ലേ നമുക്ക്, അതെന്താ പറയുക, പൊസിഷൻസ്. ഇപ്പം നമ്മൾ പറയണം, നമുക്ക് എന്താ പറയും, സ്കൂളിൽ നമുക്ക് ഡിക്റ്റേഷൻ കിട്ടും. മിസ് ഡിക്റ്റേഷൻ ഇട്ടപ്പോൾ പറഞ്ഞു, ആരാണോ ഫസ്റ്റ് എത്തുന്ന ആൾ, ആരാണോ ഫസ്റ്റ് എഴുതി കഴിയുന്ന ആൾ, അല്ലേ? അപ്പം മിസ് അവിടെ പറയാം ഫസ്റ്റ്, ഫസ്റ്റ് ഒന്നാമത്, അല്ലേ? അവർക്ക് ഓരോ സ്ഥാനമുണ്ട്. ഒന്നാമത് എത്തുന്ന ആൾ, രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അങ്ങനെ പറയും. അങ്ങനെ ആ ഫസ്റ്റ് എത്തുന്ന ആൾക്ക് പറയുന്നതാണ് ഫസ്റ്റ് എന്നല്ല. നമ്മൾ ആരാണോ 1 വരുന്നതെന്നാണോ പറയുക? അല്ല, ആരാണോ ഫസ്റ്റ് ആവുന്നത് ആ ആൾക്ക് പറയുന്ന ആ ആൾക്ക് എന്നല്ല, അതിനാ ഫസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത് എന്നൊക്കെ പറയും, ഇല്ലേ? 10th എന്ന് പറയും. അങ്ങനെ ആ സ്ഥാനങ്ങൾക്ക് പറയുന്ന പേരാണ് ഓർഡിനൽ നമ്പേഴ്സ് കേട്ടോ. ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയുള്ളൂ. ഇനി അല്ലെങ്കിൽ നോക്കൂ, നമ്മുടെ സ്കൂളിൽ ഓട്ട മത്സരമാണ് കേട്ടോ. നമ്മുടെ സ്കൂളിൽ എന്താണ്? സ്പോർട്സ് ആണ്. അപ്പം നമുക്ക് എന്താണ്? ഓട്ട മത്സരം കേട്ടോ. നോക്കൂ, കണ്ടോ നിങ്ങൾ? ഇതെന്താണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് ആണ്. കണ്ടോ? ഇവരെന്താണ്? ഓടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയേക്കാണ്. എന്താ ചെയ്തത്? റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയേക്കാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഓൺ യുവർ മാർക്ക് സെറ്റ് റെഡി ഗോ എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ഓടും. അതായത് ഇപ്പം മിസ് പറയണേ, ആദില്, യാസീന്, ഹനാന്, ഹയാന്, അമീന്, ബാസിൽ, ഇവരെല്ലാം കൂടെ ഒന്നിച്ച് മിസ് ഇങ്ങനെ ഓടാൻ നിർത്തിയേക്കാം. അതിന് ഇവർ മിസ് ഇങ്ങനെ വിസിലടിക്കുന്ന നേരത്തെ ഇവർ ഫാസ്റ്റായിട്ട് ഓടിപ്പോവാട്ടോ. എന്താ പറയുക, സ്പീഡിൽ ഓടിപ്പോവാണ്. അതിൽ ഒന്നാമതൊരാളെത്തും. ആരായിരിക്കും ഒന്നാമത്? ഫസ്റ്റ് ഒരാളെത്തില്ല, ഒന്നാമതെത്തുന്ന ആൾക്ക് പറയുന്ന പേരാണ് ഫസ്റ്റ്. അങ്ങനെ ഒന്നാമത്, രണ്ടാമത് എന്നൊക്കെ പറയില്ല, ഓരോരുത്തർ ആദ്യം ഇങ്ങനെ എന്താ പറയുക, ഫസ്റ്റ് എത്തുന്ന ആൾക്ക് പറയുന്ന പേരാണ്. അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഒരു പൊസിഷൻ കൊടുക്കില്ലേ, ഒരു സ്ഥാനങ്ങൾ, അവർക്ക് പറയുന്ന പേര്, അതിന് പറയുന്നതാണ് ഓർഡിനൽ നമ്പേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പറയും. അല്ലാതെ ഫസ്റ്റ് എത്തുന്ന ആൾ പറയും, എടാ ഞാനാണ് 1 എന്ന് പറയല്ല, ഞാനാണ് ഫസ്റ്റ്, മുൻപിൽ, അല്ലേ? അങ്ങനെ ഏറ്റവും ഫസ്റ്റ്, അവർക്ക് ഓരോ സ്ഥാനമുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയില്ലേ? 10ൽ 10 മാർക്ക് കിട്ടുന്ന ആളാരാണ്? ഫസ്റ്റ് ആണ്, അല്ലേ? 10ൽ 9 മാർക്ക് കിട്ടുന്ന ആളാരാ? സെക്കൻഡ് ആണ്. 10ൽ 8 കിട്ടുന്ന ആളാരാ? തേർഡ് ആണ്. 10ൽ 7 കിട്ടിയാൽ ആരാ? ഫോർത്ത് ആണ്, അല്ലേ? 10ൽ 6 കിട്ടിയ ആളാരാ? ഫിഫ്ത്ത് ആണ്, അല്ലേ? അതേപോലെ തന്നെ ഓരോരോ സ്ഥാനത്തിനനുസരിച്ച് പറയുന്ന പേരാണ് ഓർഡിനൽ നമ്പേഴ്സ്. മനസ്സിലായോ? അങ്ങനെ പറയുന്ന പേരെന്താണ്? ഓർഡിനൽ നമ്പേഴ്സ്. ഒന്നാമതിരിക്കുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, ഇത് ഫസ്റ്റ് ആണ്. കണ്ടോ? പിന്നെ എന്താണ് ഇത് പറഞ്ഞ പേരെന്താ? ഫസ്റ്റ്, FIRST, ഫസ്റ്റ്, FIRST, ഫസ്റ്റ്, FIRST, ഫസ്റ്റ്. ലിസൺ, നോക്കൂ, ഓർഡിനൽ നമ്പേഴ്സ് ആണല്ലേ നമ്മളിന്ന് പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത്?
നോക്കൂ, ഒന്നാമത് എന്നുള്ളത് എന്താ പറയാ? ഫസ്റ്റ്. FIRST ഫസ്റ്റ്. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് ഫസ്റ്റ്? FIRST ഫസ്റ്റ്. All of you say FIRST ഫസ്റ്റ്. അതിന് മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ. നോക്കൂ, listen, all of you take your textbook. All of you take your textbook. Turn page number 88. Turn our book. Page number 88. കണ്ടോ? The cups are in a row on the shelf. കുറേ കപ്സുകൾ എവിടെയാണ്? ഷെൽഫിൽ ഇങ്ങനെ ഒരു വരിക്ക് ഇങ്ങനെ വെച്ച് വരിയായിട്ട് ഇരിക്കുകയാണ്. അതിലെന്താണ്? ഫസ്റ്റ് കപ്പ്. കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് കപ്പ് ഉണ്ട്. The color of the first cup is red. The color of first cup is red. കണ്ടോ? The color of എന്താ പറയാ? The color of the first cup is red. What color is the first cup? What color is the first cup? Red. അല്ലേ? അപ്പൊ എങ്ങനെ പറയാ? എന്താ പറയാ? The color of the first cup is red. The color of the first cup is red. അപ്പൊ നമുക്ക് എന്ത് വേണം? കളറിന്റെ സ്പെല്ലിങ്ങും പഠിക്കണം, ഓർഡിനൽ നമ്പേഴ്സിന്റെ സ്പെല്ലിങ്ങും പഠിക്കണം. ഫസ്റ്റ് സെക്കൻഡ് അത് പഠിക്കണ്ടേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് കളർ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പഠിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കളേഴ്സും പഠിക്കാം. ഫസ്റ്റ് കപ്പ് ഏതാണ്? റെഡ്. RED റെഡ് അല്ലേ? ഫസ്റ്റ് കപ്പ് ഏതാണ്? വാട്ട് കളർ ഈസ് ദ ഫസ്റ്റ് കപ്പ്? വാട്ട് കളർ ഈസ് ഫസ്റ്റ് കപ്പ്? വാട്ട് കളർ ഈസ് ദ ഫസ്റ്റ് കപ്പ്? വാട്ട് കളർ ഈസ് ദ ഫസ്റ്റ് കപ്പ്? ഏതാണ്? റെഡ്. RED റെഡ്. ഓൾറെഡി നിങ്ങൾ കളേഴ്സ് പഠിച്ചതാണ് അല്ലേ? ഇംഗ്ലീഷിൽ നിങ്ങൾ കളേഴ്സിന്റെ സ്പെല്ലിംഗ് പഠിച്ചതല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നോക്കൂ, നമുക്ക് ഫസ്റ്റ് സ്പെല്ലിംഗ് പഠിക്കാം. FIRST ഫസ്റ്റ്. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് ഫസ്റ്റ്? FIRST ഫസ്റ്റ്. FIRST ഫസ്റ്റ്. FIRST ഫസ്റ്റ്. FIRST ഫസ്റ്റ്. FIRST ഫസ്റ്റ്. ഓക്കെ, വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് ഫസ്റ്റ്? FIRST first. FIRST first. FIRST first. All of you say what is spelling of first? FIRST first. ഓക്കെ, ഈ ഓരോ പൊസിഷൻ പറയുന്ന പേരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ ഫസ്റ്റ് ഉള്ള ആളാരാ? പ്രിൻസിപ്പാളാണ് അല്ലേ? അപ്പോൾ അതേപോലെ പിന്നെ വൈസ് പ്രിൻസിപ്പാള്, അങ്ങനെ പറയാം. അങ്ങനെ ഒന്നാമതുള്ള ആളെ പറയുന്ന പേരാണ് ഫസ്റ്റിൽ. ആദ്യത്തെ പറയുന്ന പേരാണ് എന്താണ്? ഓരോരുത്തർക്ക് ഓരോ പൊസിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പൊസിഷനുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു മിസ് അല്ലേ? ഓക്കെ, ഇത്ര പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പറയുള്ളൂ. വലിയ ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റിൻ്റെ സ്പെല്ലിംഗ് പറയാം. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് ഫസ്റ്റ്? FIRST ഫസ്റ്റ്. ഓക്കെ, what color is the first cup? What color is the first cup? ഏതാണ് ഈ ഒന്നാമതിരിക്കുന്ന കപ്പിന്റെ കളർ എന്താണ്? What color is the first cup? Yes, red ആണ്. What color is the first cup? Red. RED red. RED red. RED red. RED red. What color is the first cup? Red. What color is the first cup? Red. What color is the first cup? Red. Okay. What is the spelling of first? What is the spelling of first? Yes, FIRST first. FIRST first. FIRST first. FIRST first. FIRST first. Okay. What is the spelling of red? What is the spelling of red? Yes, RED red. Okay. Next. What color is the second cup? What color is the second cup? Green color ആണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡിന്റെ സ്പെല്ലിംഗ് പഠിക്കാം. Yes. SECOND second. SECOND second. SECOND second. Okay, loudly say, follow me. SECOND
എൻ ഡി സെക്കൻഡ്. എസ് ഇ സി ഒ എൻ ഡി സെക്കൻഡ്. എസ് ഇ സി ഒ എൻ ഡി സെക്കൻഡ്. രണ്ടാമത് എന്ന് പറയില്ലേ, ഒന്നാമത് എന്നുള്ളതിന് എന്താ പറയുക, ഒന്നാമത്തെ ആള് ഒന്നാമത് എത്തി എന്നൊക്കെ എന്താ പറയുക, അതിനെന്താ പറയുക, ഫസ്റ്റ് ആണ് അല്ലേ. ഇനി രണ്ടാമതാണ് എത്തിയത് എന്നിങ്ങനെ പറയാം. രണ്ടാമത് എന്നുള്ളതിന് എന്താ പറയുക, സെക്കൻഡ്. എസ് ഇ സി ഒ എൻ ഡി 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 second. Once again, S E C O N D second. Once again, S E C O N D second. കണ്ടോ? Listen. What is this? What is this? Okay, cup. Which color? ഗ്രീൻ കളർ. ഓക്കെ, ഗ്രീൻ കളർ. ഏതാ കളറ്? ഗ്രീൻ കളറാണ് അല്ലേ. ഓക്കെ, വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് സെക്കൻഡ്? സോറി, വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് സെക്കൻഡ്? എസ് ഇ സി ഒ എൻ ഡി സെക്കൻഡ്. വൺസ് അഗൈൻ, എസ് ഇ സി ഒ എൻ ഡി സെക്കൻഡ്. എസ് ഇ സി ഒ എൻ ഡി സെക്കൻഡ്. എസ് ഇ സി ഒ എൻ ഡി സെക്കൻഡ് അല്ലേ. സെക്കൻഡ് കപ്പിന്റെ കളർ എന്താണ്? വാട്ട് കളർ ഈസ് ദ സെക്കൻഡ് കപ്പ്? വാട്ട് കളർ ഈസ് ദ സെക്കൻഡ് കപ്പ്? ഏതാണ് സെക്കൻഡ് കപ്പിന്റെ കളറ്? ഗ്രീൻ ആണ് അല്ലേ. ഗ്രീൻ, പച്ച കളറാണ്. സെക്കൻഡ് കപ്പിന്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. വാട്ട് സ്പെല്ലിംഗ് ഓഫ് ഗ്രീൻ? GREEN, ഗ്രീൻ. വൺസ് അഗൈൻ, GREEN, ഗ്രീൻ അല്ലേ. ഈ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ എന്താ? പച്ച കളറാണ് അല്ലേ. നമ്മുടെ ലീഫിന്റെ ഒക്കെ കളർ എന്താ? ഗ്രീൻ കളറാണ്. ലീഫിനൊക്കെ എന്തിന്റെ കളറാണ്? ഗ്രീൻ കളറാണ് അല്ലേ. ലീഫിന്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്, പച്ചയാണ് അല്ലേ. ഓക്കെ, വൺസ് അഗൈൻ, വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് സെക്കൻഡ്? എസ് ഇ സി ഒ എൻ ഡി സെക്കൻഡ് അല്ലേ. ലൗഡ്ലി സേ എസ് ഇ സി ഒ എൻ ഡി സെക്കൻഡ്. 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 സെക്കൻഡിലിരിക്കുന്ന കപ്പ് ഏതാണ്? വാട്ട് കളർ ഈസ് ദ സെക്കൻഡ് കപ്പ്? എന്താണ്? വാട്ട് കളർ ഈസ് ദ സെക്കൻഡ് കപ്പ്? എന്താണ്? ഗ്രീൻ കളറാണ് അല്ലേ. വാട്ട് കളർ ഈസ് ദ സെക്കൻഡ് കപ്പ്? ഗ്രീൻ കളർ. ഓക്കെ, വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് ഗ്രീൻ? GREEN, ഗ്രീൻ. GREEN, ഗ്രീൻ. GREEN, ഗ്രീൻ. GREEN, ഗ്രീൻ. GREEN, ഗ്രീൻ. GREEN, ഗ്രീൻ. ഓക്കെ, സെക്കൻഡ് അല്ലേ. ആഫ്റ്റർ സെക്കൻഡ് എന്താണെന്നറിയോ? രണ്ടാമത്തേതിന് ശേഷം എന്താ വരിക? രണ്ടാമത്തേതിന് ശേഷം മൂന്നാമതാണ് വരുന്നത്. മൂന്നാമത് എന്നുള്ളതിന് എന്താ പറയാ? തേർഡ്. എന്താ പറയാ? തേർഡ്. THIRD എന്താണ്? തേർഡ്. THIRD എന്താണ്? തേർഡ് ആണ് അല്ലേ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 1, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2, തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്നാണ് അല്ലേ. അപ്പൊ മൂന്നാമത് അല്ലേ, അതിനെന്താ പറയുന്നത്? തേർഡ് എന്നാണ് പറയുന്നത്. THIRD, തേർഡ്. THIRD, തേർഡ്. THIRD, തേർഡ്. എൻ്റെ മക്കൾ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. THIRD, തേർഡ്, മൂന്നാമത്തേത് അല്ലേ. THIRD, third. What is spelling of third? THIRD, third. What is spelling of third? THIRD, third. THIRD, third. THIRD, third. What color is the third cup? What color is the third cup? മൂന്നാമതിരിക്കുന്ന കപ്പിന്റെ കളർ എന്താ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ്. ഏതാണ്?
യെസ് യെല്ലോ കളറാണ് അല്ലേ? തേർഡ് കപ്പിന്റെ കളർ എന്താണ്? യെല്ലോ കളറാണ്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് തേർഡ്? യെസ് THIRD തേർഡ്. THIRD തേർഡ്. THIRD തേർഡ്. വൺസ് അഗൈൻ THIRD തേർഡ്. തേർഡ് ഉള്ള കപ്പിന്റെ കളർ എന്താണെന്നാ ചോദിച്ചത് അല്ലേ? വാട്ട് ഈസ് ദ കളർ ഓഫ് എന്താണ്? വാട്ട് കളർ ഈസ് ദ തേർഡ് കപ്പ്? വാട്ട് കളർ ഈസ് ദ തേർഡ് കപ്പ്? ഏതാണ് തേർഡ് കപ്പിന്റെ കളർ? Now we say yes yellow. YELLOW ആണ് അല്ലേ? YELLOW എന്താണ്? യെല്ലോ. YELLOW യെല്ലോ. YELLOW യെല്ലോ. എന്താണ്? YELLOW യെല്ലോ. YELLOW yellow. Okay, once again, what is the spelling of yellow? What is the spelling of yellow? YELLOW yellow. Once again, YELLOW yellow. Third, what is the spelling of third? Close your eyes and say. നിങ്ങളുടെ കണ്ണടച്ചിട്ട് പറയാൻ, എന്നാലല്ലേ മിസ് ബോർഡിൽ എഴുതിയത് നിങ്ങൾക്ക് കാണാതിരിക്കും. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് തേർഡ്? യെസ് THIRD തേർഡ്. THIRD തേർഡ്. THIRD തേർഡ്. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് യെല്ലോ? YELLOW യെല്ലോ. ഓക്കെ, ദെൻ ഫോർത്ത്. തേർഡ് ആഫ്റ്റർ ഏതാണ്? ഫോർത്ത് ആണല്ലേ? നാലാമത് അല്ലേ? ഓക്കെ, ആ നാലാമത് എന്താ പറയാ? ഫോർത്ത്. FOURTH. ഫോർത്ത്. FOURTH. ഫോർത്ത്. നോക്കൂ, ഫോർത്ത് കളറിലിരിക്കുന്ന കപ്പിന്റെ കളർ എന്താണ്? ഫോർത്ത് ഇരിക്കുന്ന കപ്പിന്റെ കളർ എന്താണ്? കട്ട റോസാണ് അല്ലേ? എന്താ പറയാ? പിങ്ക് അല്ലേ? റോസ് കളറാണ്, കട്ട റോസാണ്. എന്താ പറയാ? പിങ്ക് അല്ലേ? ഓക്കെ, PINK പിങ്ക്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫോർത്തിന്റെ സ്പെല്ലിങ് പഠിക്കാം. ഓക്കെ, ആർ റെഡി? യെസ്. ഫോറിന്റെ സ്പെല്ലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് എളുപ്പമാണ് TH കൂടെ ചേർത്താ ഫോർത്ത് എന്ന് എഴുതാൻ. നമുക്ക് ഓൾറെഡി ഫോറിന്റെ സ്പെല്ലിംഗ് അറിയാം. അതിൻ്റെ കൂടെ നമ്മൾ TH കൂടെ ചേർത്താൽ നമുക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോലല്ല ഫോർത്ത് പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് ഫോറിന്റെ സ്പെല്ലിംഗ് ഓൾറെഡി അറിയാം. അതിൻ്റെ കൂടെ നമ്മളൊരു TH കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഫോർത്തിന്റെ സ്പെല്ലിംഗ് എത്ര പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, നോക്കൂ. FOURTH fourth. What is the spelling of fourth? FOURTH fourth. Once again, FOURTH fourth. Okay, listen here, look at the board. FOURTH fourth. What is the spelling of fourth? FOURTH fourth. Loudly say FOURTH fourth. Once again, FOURTH fourth. Okay. ഇനി നമുക്ക് കളർ പഠിക്കാം. ഫോർത്ത് കപ്പിന്റെ കളർ ഏതാണെന്ന് പറഞ്ഞത്? വാട്ട് കളർ ഈസ് ദ ഫോർത്ത് കപ്പ്? പിങ്ക്. വെരി ഗുഡ്. വാട്ട് കളർ ഈസ് ദ ഫോർത്ത് കപ്പ്? പിങ്ക് ആണ്. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് പിങ്ക്? PINK പിങ്ക്. Loudly say PINK pink. PINK pink. PINK pink. PINK pink. Loudly say. ഫോർത്ത് കപ്പിന്റെ കളർ എന്താന്ന് പറഞ്ഞത്? പറയൂ. വാട്ട് കളർ ഈസ് ദ ഫോർത്ത് കപ്പ്? വാട്ട് കളർ ഈസ് ദ ഫോർത്ത് കപ്പ്? Pink. Okay, PINK pink. PINK pink. PINK pink. PINK pink. What is the spelling of pink? PINK pink. PINK
PINK, pink. Fourth in spelling of, what is the spelling of fourth? FOURTH, fourth. FOURTH, fourth. FOURTH, fourth. Okay. Okay. Next എന്താണ്? അഞ്ചാമത്. അപ്പോൾ എന്താണ്? ഒന്നാമത്തേതിന് എന്താ നമ്മൾ പഠിച്ചേ? ഫസ്റ്റ് എന്ന് പറഞ്ഞു. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് ഫസ്റ്റ്? FIRST, ഫസ്റ്റ്. വാട്ട് കംസ് what color is the first cup? What color is the first cup? Red color അല്ലേ? What color is the first cup? Red color. What is spelling of red? RED, red. Okay. Then next, first കഴിഞ്ഞാൽ after ഏതാണ്? Second ആണ്. First after second. After first second ആണ് അല്ലേ? ഈ സെക്കൻഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? What is the spelling of second? SECOND, second അല്ലേ? SECOND എന്താണ്? സെക്കൻഡ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ചോദിക്കുന്നത്? വാട്ട് കളർ ഈസ് ദ സെക്കൻഡ് കപ്പ്? എന്താ ചോദിക്കണേ? വാട്ട് കളർ ഈസ് ദ സെക്കൻഡ് കപ്പ് അല്ലേ? എന്ത് കളറാണ് സെക്കൻഡ് കപ്പിന്റെ കളർ എന്താണ് എന്നാ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? സെക്കൻഡ് കപ്പിന്റെ കളർ എന്താണ്? രണ്ടാമത്തെ കപ്പിന്റെ കളർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏത് കളറാണ് നമ്മൾ പറയേണ്ടത്? യെസ്, ഗ്രീൻ കളറാണെന്ന് പറയേണ്ടത്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഗ്രീൻ? GREEN, ഗ്രീൻ. GREEN, ഗ്രീൻ എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ആഫ്റ്റർ സെക്കൻഡ് തേർഡ്. ആഫ്റ്റർ സെക്കൻഡ് തേർഡ്. വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് തേർഡ്? THIRD, third. THIRD, third. What color is the third cup? Yellow. What color is the third cup? Yellow. YELLLOW. YELLLOW എന്താണ്? യെല്ലോ കളർ ആണ് അല്ലേ? ഓക്കെ. ആഫ്റ്റർ തേർഡ് ഫോർത്ത്. ആഫ്റ്റർ തേർഡ് ഫോർത്ത് ആണ്. വാട്ട് സ്പെല്ലിംഗ് ഓഫ് ഫോർത്ത്? വെരി സിമ്പിൾ. ഫോർത്തിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിക്കാൻ കഴിയും. വാട്ട് സ്പെല്ലിംഗ് ഓഫ് ഫോർത്ത്? യെസ്, FOURTH, fourth. Once again, FOURTH, fourth ആണ്. ഒരു പ്രാവശ്യം കൂടെ പറയൂ. FOURTH, fourth ആണ് അല്ലേ? ഫോർത്ത് കപ്പിന്റെ കളർ എന്താ? What color is the fourth cup? What color is the fourth cup? Yes, pink ആണല്ലേ? PINK, pink. ഫോർത്ത് കപ്പിന്റെ കളർ എന്താണ്? What color is the fourth cup? Pink ആണ്. What spelling of pink? PINK, pink. PINK, pink ആണ്. Okay. After fourth എന്താണ്? Fifth ആണ് അല്ലേ? നമുക്ക് ഇവിടെ ഫിഫ്ത്ത് വരെ പഠിച്ചാൽ മതി. അപ്പം നമ്മൾ ലാസ്റ്റ് പഠിക്കണം. ആഫ്റ്റർ ഫോർത്ത് ഏതാണ്? ഫിഫ്ത്ത് ആണ്. ആഫ്റ്റർ ഫോർത്ത് ഫിഫ്ത്ത്. FIFTH, ഫിഫ്ത്ത്. ആഫ്റ്റർ ഫോർത്ത് ഫിഫ്ത്ത്. ആഫ്റ്റർ ഫോർത്ത് ഫിഫ്ത്ത്. FIF, ഫിഫ്ത്ത്. FIF എന്താണ്? ഫിഫ്ത്ത്. FIFTH, ഫിഫ്ത്ത്. വൺസ് അഗൈൻ, FIFTH, ഫിഫ്ത്ത്. FIFTH, fifth. FIFTH, fifth. FIFTH, fifth. Okay. What color is the fifth cup? What color is the fifth cup? അവിടെ ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത്? ഓറഞ്ച് കളറാണ് അല്ലേ? What color is the fifth cup? Orange. What is the spelling of fifth? FIFTH, fifth. FIFTH, fifth. What color is the fifth cup? Orange. Okay. ഇനി നമ്മൾ ഫിഫ്ത്തിന്റെ സ്പെല്ലിംഗ് പഠിച്ചാൽ നമുക്ക് ഓറഞ്ചിന്റെ സ്പെല്ലിംഗ് പഠിക്കാം. ORANGE, ഓറഞ്ച്. നമ്മൾ ഓറഞ്ച് നമ്മൾ ഫ്രൂട്ടിന്റെ പേര് പഠിച്ചതല്ലേ ഓറഞ്ച് എന്ന്. അപ്പം GK നിങ്ങൾ ഫ്രൂട്ട്സിന്റെ പേരിൽ പഠിച്ചിട്ടുണ്ടാവും ഓറഞ്ച്, അല്ലെങ്കിൽ കളേഴ്സ് തന്നെ നിങ്ങളെ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്, അതിലുണ്ടാവും ഓറഞ്ച്. ഓറഞ്ച് കളറിന്റെ സ്പെല്ലിംഗ് എന്താണ്? ORAN. നോക്കൂ, ORANGE, ഓറഞ്ച്. What color is the fifth cup? What color is the fifth cup? Orange. ORANGE, orange. ORANGE, orange. ORANGE,
എന്താണ്? ഓറഞ്ച്. ORANGE, orange. Okay, once again, what is the spelling of fifth? What is the spelling of fifth? FIFTH, fifth. Read aloud. All of you read aloud. Loudly read. What is the spelling of fifth? FIFTH, fifth. Again, FIFTH, fifth. Window. FIFTH, fifth. What color is the fifth cup? What color is the fifth cup? Orange. Very good. What color is the fifth cup? Orange. ORANGE, orange. ORANGE, orange. ORANGE എന്താണ്? ഓറഞ്ച് കളറാണ് അല്ലേ? ഓക്കെ. Again, ordinal numbers and colors. Okay. Let me ask you a question. Okay. What is the spelling of first? What is the spelling of first? Yes, FIRST, first. Okay. Second, SECOND, second. Third, THIRD, third. FOURTH, fourth. FOURTH, fourth. FIFTH, fifth. Okay. Again, ordinal number spelling. First. FIRST, first. FIRST, first. SECOND, second. THIRD, third. FOURTH, fourth. FIFTH, fifth. Okay. Now, avayude color alle. Okay. What color is the first cup? RED, red. Okay, what color is the first cup? Red. What is the spelling of red? RED, red. Okay, then what color is the second cup? What color is the second cup? Green. Okay, very good. GREEN, green. GREEN, green. What color is the third cup? Yellow. What color is the third cup? Yellow. YELLOW, yellow. Then fourth. What color is the fourth cup? FOURTH, fourth ആണല്ലേ? അപ്പോൾ അത് ചോദിക്കുകയാണ് what color is the fourth cup? ഏതാണ്? Pink. PINK, pink. Okay. What color is the fifth cup? What color is the fifth cup? Orange. ഏത് കളറാണ്? Orange. ORANGE, orange. ORANGE, orange. ORANGE എന്താണ്? ഓറഞ്ച് ആണ് അല്ലേ? ഓക്കെ. Also take your textbook and pencil. Miss question ചോദിക്കാട്ടോ. What color is the second cup? What color is the second cup? Yes, green color ആണല്ലേ? What color is the second cup? Green color ആണ് അല്ലേ? What color is the second cup? Green color. Okay. എഴുതിക്കോളൂ. GREEN, green. ഇവിടെ കേട്ടോ. What color? കണ്ടോ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നല്ലേ? What color is the second cup? അപ്പൊ എന്താണ് എഴുതേണ്ടത്? ഗ്രീൻ എന്ന് എഴുതണം. GREEN എന്താണ്? ഗ്രീൻ. GREEN, green. Okay, next. What color is the third cup? What color is the third cup? What color is the third cup? Yes, very good. Yellow. YELLOW എന്താണ്? Yellow. Then what color is the fourth cup? What color is the fourth cup? Pink. PINK, pink. What color is the fourth cup? Pink. PINK, pink. Okay, next. What color is the fifth cup? Last question എന്താണ്? What color is the fifth cup? Yes, orange. ORANGE, orange. ORANGE, orange. ORANGE, orange. Okay. Okay. ഇനി നെക്സ്റ്റ് പേജ് ഉണ്ടോ? ട്രേസ് ആൻഡ് കോപ്പി എന്ന് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? എന്താ കൊടുത്തേക്കുന്നത്?
റൈറ്റ് ആൻഡ് കോപ്പി. ഇവിടെ ഏതൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ എന്ത് എഴുതണം? ഈ ഫസ്റ്റ് എഴുതിയതിന്റെ പുറത്തൂടെ നിങ്ങൾ അതിങ്ങനെ ട്രേസ് ചെയ്യണം. അതിന്റെ താഴെ ഒരു ഫോർത്ത് ലൈൻ തന്നിട്ടില്ല, ഒരു 4 ലൈൻ തന്നിട്ടില്ല നിങ്ങൾക്ക്. ആ 4 ലൈനിലൂടെ നിങ്ങൾ ഇങ്ങനെ ഫോർത്ത് ഇങ്ങനെ എഴുതേണ്ട. 4th ലൈനിൽ ഇത് ഒരെണ്ണം ഇവിടെ വരച്ച് കാണിച്ചത് ഹോംവർക്കാണ് കേട്ടോ. ഇതെന്താണ്? ഹോംവർക്കാണ്, നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 4 ലൈൻ അതിലെന്താണ്? അവിടെ നമുക്ക് ഒന്ന് തന്നിട്ടുണ്ടോ? നിങ്ങൾ കോപ്പി ചെയ്യണം. രണ്ടാമതല്ല ട്രൈ ചെയ്യണം. ഇനി കോപ്പി ചെയ്ത് എങ്ങനെ എഴുതാം? പുറത്തുനിന്ന് അതുപോലെ നിങ്ങൾ ഇതിൽ ചെയ്യണം. ഇവിടെ ഫോർത്ത് എന്താണ്? ഫസ്റ്റ് ആണ് തന്നത്. അപ്പൊ FIRST ഫസ്റ്റ് നിങ്ങൾ ട്രേസ് ചെയ്തിട്ട് അതിന്റെ താഴത്തെ ഇവിടെ ഇല്ലേ, ഇവിടെ എന്തെഴുതണ്ടേ? ഫസ്റ്റ് എന്ന് എഴുതണം. ഇവിടെ സെക്കൻഡ് SECOND ഇതേ കൂടെ എഴുതിയിട്ട് അതിന്റെ താഴെയുള്ള ആ 4 ലൈനിൽ നിങ്ങൾ ഇതിൽ സെക്കൻഡ് എഴുതണം. ഇവിടെയോ തേർഡ് ആണ്, THIRD തേർഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ 4 ലൈനിൽ എഴുതണം, തേർഡ് എഴുതണം. ഇവിടെ ഫോർത്ത് ആണ്, ഇതേ കൂടെ ഫോർത്ത് എന്ന് എഴുതിയിട്ട് ഇവിടെ ഫോർത്ത് എന്ന് എഴുതണം. ഇവിടെ ഫിഫ്ത്ത് എന്ന് എഴുതിയിട്ട് ഇവിടെ ഫിഫ്ത്ത് എന്ന് എഴുതണം. പിന്നെയോ മാച്ച് കോളം A with B. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 2 കോളത്തിലായിട്ട് എന്ത് ചെയ്തു? മാച്ച് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ടല്ലേ. 1 2 3 എന്ന് ന്യൂമറലും തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്താ തന്നത്? ഓർഡിനൽ നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് തന്നു? 1 2 3 എന്ന് നമ്പേഴ്സ് തന്നു. ഇപ്പുറത്ത് എന്താ തന്നത്? ഓർഡിനൽ നമ്പേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആണ് 1 എന്ന് കൊടുത്തു. അത് ഇപ്പുറത്തെ സൈഡിൽ എവിടെയാണോ ഫസ്റ്റ് എന്ന് കിടക്കുന്നത് അവിടേക്ക് മാച്ച് ചെയ്യാം. മനസ്സിലായോ? ഇവിടെ 1 2 3 4 5 ഉണ്ടോ? ഇതെന്താണ്? ന്യൂമറൽസ് ആണ്. ഇവിടെ എന്താ തന്നത്? ഓർഡിനൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അവിടെ എന്താ തന്നത്? 6 എന്ന് തന്നു. ഇതെന്താ വായിക്കുക? 4 എന്ന് തന്നു. പിന്നെന്താ തന്നിട്ടുള്ളത്? ഫസ്റ്റ് തന്നു. FIRST ഫസ്റ്റ് തന്നു. സെക്കൻഡ് തന്നു. ഇവിടെ CHIRD തേർഡ് എന്ന് തന്നു. അതിന് ഇവിടെ എവിടെ? 6 4 ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഈ ഫസ്റ്റ് ഒന്നാമത് 1 എഴുതിയ എന്താണ് ന്യൂമറൽ? ഇവിടെ ഓർഡിനൽ നമ്പർ ഏതാ കൊടുത്തേക്കുന്നത്? ഫസ്റ്റ് ആണ്. അപ്പൊ ഇതിലേക്ക് മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്യാം. ഓക്കെ, ഇതും ഹോംവർക്കാണ്. നിങ്ങൾ മുകളിൽ HW എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, do you understand everything? Any doubt? No doubt. Okay. Okay, today wind up our class. See you next class. Bye bye.